എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് സുഖിയൻ തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റോടു കൂടി പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാം. എന്നാൽ പിന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനായി 1 കപ്പ് ചെറുപയർ നന്നായി കഴുകിയതിന് ശേഷം 3 മണിക്കൂർ സോക്ക് ചെയ്യാനിട്ടിരുന്നു. വെള്ളം മാറ്റിയതിന് ശേഷം കുക്കറിലേക്കിട്ട് 1.25 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് 3 വിസിൽ കേൾക്കത്തക്ക രീതിയിൽ കുക്ക് ചെയ്തെടുക്കാം. അത് കുക്കായി വരുമ്പോഴേക്കും സുഖിയന് വേണ്ട ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ എടുക്കാം. കൂടെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറിയൊരു മധുരത്തിന് വേണ്ടി അല്പം പഞ്ചസാര ചേർക്കാം. പിഞ്ച് ഉപ്പൂടെ ചേർക്കുന്നുണ്ട്. ഇനി മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറേശ്ശെ വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ലൂസായി പോകരുത്. 1.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിന് ബാറ്റർ റെഡിയാക്കിയെടുക്കാം. ഇത്രയും മതിയാകും. ഇനി ഇത് അടച്ചു വയ്ക്കാം. ഇനി ശർക്കരപ്പാനി തയ്യാറാക്കിയെടുക്കാം. 200 ഗ്രാം ശർക്കര 1/4 കപ്പ് വെള്ളം ഒഴിച്ച് മെൽറ്റ് ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കാം. ദാ നോക്കിയേ, പയറിവിടെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് അരിച്ച് മാറ്റി വെച്ച ശർക്കരപ്പാനി ചേർക്കാം. അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും വേവിച്ച് വെച്ച പയർ ചേർക്കാം. തവി വെച്ച് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. 1 കപ്പ് ചിരകിയ തേങ്ങ ചേർക്കാം. ആ പയറും തേങ്ങയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പാനിൽ നിന്ന് ചെറുതായിട്ട് വിട്ട് വരുന്നുണ്ട്. ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. തണുത്തതിന് ശേഷം കുറേശ്ശെ എടുത്ത് ഉരുളകളാക്കിയെടുക്കാം. ഒരു ചെറിയ നാരങ്ങയുടെ വലിപ്പത്തിലാണ് ഉരുളയാക്കി എടുത്തിരിക്കുന്നത്. ഇതേപോലെ 20 എണ്ണമാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നേരത്തെ റെഡിയാക്കി വെച്ച ബാറ്റർ ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം ഓരോ ബോളും ബാറ്ററിലേക്ക് മുക്കിയതിന് ശേഷം ഓയിലിലേക്കിടാം. ഇപ്പോൾ ഫ്ലെയിം മീഡിയത്തിലാണ് വെച്ചിട്ടുള്ളത്. ഇതേപോലെ തിരിച്ചും മറിച്ചുമിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഞാനിതെല്ലാം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കാൻ മറക്കല്ലേ. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.